നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. അതിനായി അവരുടെ മുഖം മനസ്സിലോർത്ത് അവരുടെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. പോസിറ്റീവ് മാത്രം സ്വീകരിക്കുക. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായുള്ള ഒരു കൂടിച്ചേരലിന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവർ നിൽക്കുന്നിടം അവർക്ക് വളരെയധികം ദുർഘടം പിടിച്ചതായി കാണുന്നുണ്ട്. അവർക്കവിടെ നിൽക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. അവിടെ അവരെ ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥ തന്നെയാണ്. അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. ശരിക്കും അവർക്കവിടെ മടുത്തുപോയൊരു സിറ്റുവേഷൻ തന്നെയാണ് ഉള്ളത്. അവിടെ നിന്ന് അവർക്ക് എത്രയും വേഗം ഓടി രക്ഷപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അവർക്കിപ്പോൾ വളരെയധികം സ്നേഹം തോന്നുന്നുണ്ട്. മറ്റുള്ളവരെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര നല്ലതാണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അവരുടെ മനസ്സിലിപ്പോൾ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം പാവമാണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവർക്ക് ചുറ്റും എല്ലാവരുമുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ അവരെ ഒന്നും കാണാൻ കഴിയുന്നില്ല. കാരണം അവിടെ അവർക്ക് സ്നേഹം കിട്ടുന്നുണ്ട്, ആവശ്യമുള്ളതെല്ലാതും ഉണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത് നിങ്ങളെ മാത്രമാണ്. കാരണം നിങ്ങളവർക്ക് വളരെയധികം സ്പെഷ്യലാണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ നന്നായി ഇവിടെ ഇപ്പോൾ ഉപദേശിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻ അവസാനിച്ച അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും അത് ഒന്നാകാൻ അവർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവർ ഇതെന്തായി പോയെന്ന് ഓർത്തിട്ട് വളരെയധികം വിഷമത്തിലാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കോണ്ടാക്ട്സും ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പരസ്പരം തെറ്റിദ്ധരിക്കപ്പെട്ട് പോയിട്ടുള്ളതായി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അവർ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥയെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ്. അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ടായിട്ട് കൂടി അവരത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. നിങ്ങളോടുള്ള സ്നേഹം മറച്ചു വെച്ചതിനും പ്രകടിപ്പിക്കാത്തതിനുമൊക്കെ അവരിപ്പോൾ വളരെയധികം കുറ്റബോധത്തോടെയാണ് ഓർക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം തടസ്സം നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്കൊരു ജോബില്ലാത്ത അവസ്ഥയോ ഫിനാൻഷ്യലി എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ഇപ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ പാരൻസ് ഇത് സമ്മതിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. ആ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കിപ്പോൾ വളരെയധികം വിഷമമുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് എന്തിലെങ്കിലും ഒരു പ്രത്യേക അഡിഷൻ ഉണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുമല്ലെങ്കിൽ വീട്ടുകാർ വേറെ ഏതെങ്കിലും പ്രപ്പോസൊക്കെ നോക്കുന്നുണ്ടാവാം. എന്തായാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട്. എന്നാലും നിങ്ങളിലേക്ക് തിരികെ വരാനാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരത്തായിരിക്കാം. എന്തായാലും നിങ്ങൾ ആരെന്ന് അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹം തന്നെയാണ് അവർക്കിപ്പോൾ ഉള്ളത്. നിങ്ങളുടെ മനസ്സ് അവർക്ക് നന്നായിട്ടറിയാം. അവരുടെ സ്നേഹം നിങ്ങൾക്ക് മാത്രം നൽകാനാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരാളാണ് ഈ വ്യക്തി. ഇപ്പോൾ നിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ആ വ്യക്തി. ഇവിടെ മറ്റാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ലക്ഷ്യമാണ് ഇവിടെ കാണുന്നത്. ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവർക്ക് നിങ്ങൾ മതി എന്ന് മാത്രമാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവർ നിങ്ങളുടെ ഉണ്ടായിരുന്ന സമയം സ്നേഹമൊന്നും പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങളുള്ള സ്നേഹം മാത്രമാണ്. ഇപ്പോൾ അവർ ചിന്തിച്ച് ആലോചിച്ച് തന്നെയാണ് ഒരു തീരുമാനമെടുക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെ കാരണത്താൽ സ്റ്റോപ്പായി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരുപക്ഷെ ഒത്തിരി പേര് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് അസൂയയോടെ നോക്കിയിട്ടുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളത് ഒരു പക്ഷേ വേറെ ആരെങ്കിലും ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടും ആകാം. എന്തായാലും സ്റ്റോപ്പായിപ്പെട്ടുള്ള ഈ റിലേഷൻ
വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ അവർക്ക് നന്നായി അറിയാം നിങ്ങളെ അവർ പൂർണ്ണമായും മനസ്സിലാക്കുന്നുമുണ്ട്. അവർക്ക് നിങ്ങളുടെ ചിരിയും സംസാരമൊക്കെ വളരെയേറെ ഇഷ്ടമാണ്. അതൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുമുണ്ട്. അവരെ മാറ്റിയെടുത്തതൊക്കെ നിങ്ങളാണെന്ന് അവർക്കറിയാം. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കൊക്കെ ഇനി വരുമ്പോൾ പാലിക്കണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്കെന്തോ അഡിഷൻസും മോശം ഹാബിറ്റ്സൊക്കെ ഉള്ളതായി തന്നെയാണ് ഇവിടെ കാണുന്നത്. അതൊക്കെ മാറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നുമുണ്ട്. മുമ്പ് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സമയം അവർ നിങ്ങളെ ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. എന്നോട് ഞാൻ സ്നേഹം പ്രകടിപ്പിച്ച് നിന്നിരുന്നെങ്കിൽ ഇപ്പോഴും നീ എന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോടൊക്കെ ഇവർ വളരെയധികം വഴക്കുണ്ടാക്കിയതായും കാണുന്നുണ്ട്. നിങ്ങളെ അവർ അവരുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അടുത്തുള്ളപ്പോൾ അവർക്കൊരു സാന്ത്വനമായിട്ടൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളവരെ അത്രയേറെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് അവർക്കിപ്പോൾ അറിയാം. ഇവിടെ ചിലർക്ക് കുട്ടികളുള്ളതായിട്ടൊക്കെ കാണുന്നുമുണ്ട്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളോട് ഒരിക്കലും നീതികേട് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് നീതി കിട്ടണം. ഇപ്പോൾ എന്തായാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് അവരുടെ ഉള്ളിൽ. നിങ്ങളിൽ നിന്ന് കിട്ടിയ സ്നേഹവും ഒന്നും ഇപ്പോൾ അവർക്ക് പോയടുത്തൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് അവരെ സ്നേഹിച്ചിട്ടുള്ളതെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും നിങ്ങളവരെ ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ എന്തായാലും ആ വ്യക്തിക്ക് നിങ്ങളോ തന്നെ മതി, നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളോടൊപ്പം ഉണ്ടായ സമയം നിങ്ങൾക്കവർ പ്രോമിസ് തന്നിരുന്നു നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന്. പക്ഷേ അതവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണം ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങളവരെ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ച് പോയതായി ഇവിടെ കാണുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് നിങ്ങൾ മാത്രം മതിയെന്ന തോന്നലാണ് ഇവിടെയുള്ളത്. നിങ്ങളെ മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതോർത്ത് അവരിപ്പോൾ വല്ലാതെ വേദനിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് നീതി തന്നില്ലെങ്കിൽ ഒരിക്കലും യൂണിവേഴ്സ് അവരോട് ക്ഷമിക്കില്ല എന്ന് അവർക്കറിയാം. കാരണം നിങ്ങൾ അത്രമാത്രം അവരെ സ്നേഹിച്ചു. ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നു. ഒരു കാരണവശാലും നിങ്ങളവരെ വിട്ടു പോകില്ല. നിങ്ങൾ അവർക്ക് മാത്രമുള്ളതാണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. എന്തായാലും നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ അവർ തീരുമാനിക്കുന്നത്. ഇനി കുറച്ച് ക്ലോസ് നോക്കാം. അബ്രോഡ്, പത്തനംതിട്ട 1989, അമ്മ 25, ആലുവ 50, ഉത്രാടം, വയനാട് 333, 1998, 2001, 2004, കുട്ടികൾ 1955, ബിസിനസ് 32, IT ഫീൽഡ്, പൂരാടം, മെഡിക്കൽ ഫീൽഡ് 47, N 29, ലെറ്റർ S, ലെറ്റർ T, ലെറ്റർ V, പാലക്കാട്, O 45, 1975, G 32, മാർച്ച് 1981, B 1995, K ബ്രദേഴ്സ്, എറണാകുളം, S A Q B 20, കോഴിക്കോട് 1999, സെപ്റ്റംബർ, ബാംഗ്ലൂർ 11/11, ലെറ്റർ P 1975, രേവതി നക്ഷത്രം, തിരുവാതിര 1, മകയിരം 7, തിരുവനന്തപുരം, പിണക്കം S, തിരുവോണം 17, 26, 10, ഷൊർണൂർ, തമിഴ്നാടു
letter U, separation, abroad 28, driver 33, teacher, temple, ചങ്ങനാശ്ശേരി, കൊല്ലം 48, black color, gift, white feathers, white butterflies, ഉത്രട്ടാതി, ആയില്യം, ശ്രുതി.